മലമ്പുഴ മണ്ഡലത്തിൽ വി.എസ്. അച്യുതാനന്ദൻ്റെ മുൻ പി.എ. എ. സുരേഷ് മത്സരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി. യു.ഡി.എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും സുരേഷ് മത്സരിക്കുക. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ എ. സുരേഷിനെ ഇനി പാർട്ടിയിലേക്ക് എടുക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ തുടർന്നാണ് സുരേഷ് ഉറപ്പിച്ചൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും സുരേഷ് വെയിറ്റ് ചെയ്യായിരുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട്. പക്ഷേ അദ്ദേഹം UDF നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അത് CPM-ന് അറിയാം. സ്വാഭാവികമായിട്ടും CPM പോലൊരു പാർട്ടി UDF-മായി ആശയവിനിമയം നടത്തി ഞങ്ങൾ ഔദ്യോഗികമായി പുറത്താക്കിയാൽ പോയേക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളെ അനുനയിപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. അപ്പോൾ സുരേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടാണ് എടുത്തതെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ സുരേഷിന് മത്സരിക്കാനുള്ള വഴി തുറന്നിരിക്കുകയാണ്. സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ UDF 3-ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് മലമ്പുഴ. പക്ഷേ UDF-നെ സംബന്ധിച്ച് അവിടെ ഫീൽഡ് ചെയ്യാൻ V.S. അച്യുതാനന്ദൻ മത്സരിച്ച 2001 മുതൽ V.S. അച്യുതാനന്ദൻ 2016 വരെ മത്സരിച്ച മലമ്പുഴയിൽ V.S.ന്റെ സന്തത സഹചാരിയായി V.S. ഉള്ള ഫ്രെയിമിലൊക്കെ ഉണ്ടായിരുന്ന സുരേഷിനെ മത്സരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് ആണ്. അത് ഇലക്ഷനിൽ പ്രത്യേകിച്ച് റിസൾട്ടിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നറേറ്റീവ് വൈസ് V.S.ന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെ V.S.ന്റെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു എന്നൊരു കോൺഗ്രസിന്റെ ഒരു ആ നിലയ്ക്കുള്ളൊരു കാര്യത്തിന് സഹായകരമായി. ഒരു കാര്യം എന്തായാലും ഉറപ്പായി എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷനിലും V.S. തരംഗമുണ്ട്, V.S. എഫക്റ്റ് ഉണ്ട്. കാരണം അത് 91 മുതലോ മറ്റോ കേരള രാഷ്ട്രീയത്തിൽ V.S. പല ഘട്ടങ്ങളിൽ പല ചർച്ചകളിൽ വരുന്നു. 2026 തെരഞ്ഞെടുപ്പിലും V.S. ഒരു പ്രധാന ചർച്ചയായി വന്നില്ലേ ഇത്രയും അദ്ദേഹത്തിന്റെ മരണശേഷവും? സുരേഷ് മത്സരിച്ചാൽ മലമ്പുഴയിൽ എന്തെങ്കിലും പ്രയോജനം UDF-ന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ തവണത്തെക്കാലം ഭേദമായിരിക്കും. എന്തായാലും ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നു. എന്താണ് അയാൾ ചെയ്ത കുറ്റം? പാർട്ടി കണ്ടെത്തുന്നു. പല സമ്മേളനങ്ങളിലും വാർത്തകൾ ചോർത്തിക്കൊടുത്തത് സുരേഷാണെന്ന് പറയുന്നു. അപ്പം രാജുവേട്ടൻ CPM റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, അഭിലാഷം, നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു കമ്മിറ്റിയിൽ ആ ഘടകത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ആ വാർത്ത അറിയുള്ളൂ. കേന്ദ്ര കമ്മിറ്റിയുടെ വിവരങ്ങൾ എ. സുരേഷ് ചോർത്തിയെടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുന്നു. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ വിവരങ്ങൾ എ. സുരേഷ് ചോർത്തിയെടുത്ത് കൊടുക്കുമെന്ന് പറയുന്നു. സുരേഷ് ചോദിക്കുന്ന ഒരു മറുപടിയുണ്ട്, എനിക്ക് എങ്ങനെയാണ് അത് സാധ്യമാകുക? അദ്ദേഹം MA ബേബിക്ക് എഴുതിയിട്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ പാർട്ടിയോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് അതിൻ്റെ തന്നെ ശിക്ഷിക്കാം. പക്ഷേ ശിക്ഷ ഇങ്ങനെ നീണ്ടു പോകണോ? ഇത്രയും കാലം അയാളെ മാറ്റി നിർത്തണോ? ഈ നീതിയാണോ ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്? അല്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ ജോർജ് ഓർവെൽ പറയുന്ന പോലെ എല്ലാവരും തുല്യരാണ്, എന്നാൽ ചിലർ കുറെ കൂടി തുല്യരാണ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ P. ശശിക്കെതിരെ നടപടി വന്നു. ശശിക്കെതിരെയുള്ള നടപടിക്ക് ശേഷം P. ശശിയെ തിരിച്ചെടുത്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുണ്ട്. ഇനി വെള്ളനും കുഞ്ഞനന്ദ നായർ ഒരു കാലഘട്ടത്തിൽ ഇല്ല, പാർട്ടി പുറത്താക്കിയിട്ടില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയുണ്ട്. നടപടിയും അത് ഇതുപോലത്തെ കേസല്ല, വാർത്ത ചോർത്തിയ കേസല്ല. പ്രശ്നം ഈ മാർഷൽ പറയുന്നതാണ്, ആ കേസ് എന്ത് തരത്തിലുള്ള കേസായിരുന്നു? ഇവിടെ എ. സുരേഷിനെ പോലെയുള്ള കേസായിരുന്നോ P. ശശിക്കെതിരെ വന്നത്? പാർട്ടിക്കുള്ളിൽ നിന്ന് വന്ന കേസല്ലേ? വിഭാഗീയതയുമായി ബന്ധപ്പെട്ട അല്ല, വിഭാഗീയത അവിടെ നിൽക്കട്ടെ. വിഭാഗീയത എ. സുരേഷ് ഉണ്ടാക്കിയതാണോ? വിഭാഗീയത നമ്മൾ CPM-ലെ വിഭാഗീയതയെ കുറിച്ച് പറയുമ്പോൾ CPM മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം വിഭാഗീയതയുടെ പേരിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വാഭാവികമായിട്ടും വിഭാഗീയതയുടെ ശേഷം ഞാൻ പറഞ്ഞതല്ല, ഞാനിപ്പോൾ ഇതിനകത്ത് സുരേഷിനെതിരായ നടപടിയെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്തു നിർത്തുന്നതിന് ശരിവെക്കുന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. വിഭാഗീയത എന്തായാലും CPM-നകത്ത് വളരെ സജീവമായ ഒരു വിഷയമായിരുന്നു. അതിനകത്ത് മേൽക്കൈ നേടിയ വിഭാഗം മറ്റു വിഭാഗത്തെ വെട്ടിനിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സുരേഷിനെ പോലുള്ളവർക്ക് നടപടി വന്നു. ശരിയാണ്. അപ്പൊ എന്തുകൊണ്ട് പിന്നെ ആ നടപടി റിവോക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഭാഗീയതയുടെ ഭാഗമായിട്ടുള്ള രമേശേ, പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയുള്ള M.R. മുരളി വിഭാഗീയത മൂലം പാർട്ടിയിൽ നിന്ന് പുറത്തായി. അദ്ദേഹം പുറത്തുപോയി വേറെ സംഘടന ഉണ്ടാക്കി. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുത്ത് അദ്ദേഹത്തിന് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി 2 തവണ കൊടുത്തു. അപ്പൊ എനിക്ക് തോന്നുന്നത് സുരേഷ് ഇതിനേക്കാൾ കടുത്ത കുറ്റം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരിച്ചെടുക്കുമായിരുന്നു എന്ന് M.V. ഗോവിന്ദൻ പറയുന്ന ഘട്ടത്തിൽ. അതിൽ വേറൊരു കാര്യമുണ്ട്. പിന്നെ M.R. മുരളിയെ പോലെയോ മറ്റു നേതാക്കളെ പോലെയോ പ്രൊഫൈലുള്ള ആളല്ല സുരേഷ്. സുരേഷ് ഒരു T. ശിവദാസ മേനോന്റെ കൂടെ വന്ന് അദ്ദേഹത്തിന്റെ സഹായിയായി വന്ന് 5 വർഷക്കാലം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പിന്നീട് മലമ്പുഴയിൽ V.S. മത്സരിക്കാൻ വേണ്ടി പോകുമ്പോൾ 2001 അദ്ദേഹത്തിന്റെ സഹായിയായി നിന്ന് അങ്ങനെ V.S.ന്റെ ഒരു സഹായിയായി വന്ന ഒരാളാണ്. അല്ലെ അദ്ദേഹത്തിന് ഒരു സംഘാടകനോ ഈ പിന്നെ CPM എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ആളൊന്നും അല്ല സുരേഷ്. അതിൽ കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടിയിലെ എത്ര അംഗങ്ങളുണ്ട്? എല്ലാവരും തുല്യരാണല്ലോ.
ഈ പാർട്ടിയിലുള്ളവരെല്ലാം പാർട്ടി മെമ്പർമാരാണല്ലോ. ചിലർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ പാർട്ടി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഉത്തരവാദിത്തങ്ങളൂടെയാണ് ഞാൻ വെറുതെ പിണറായി വിജയന്റെ കവിത ഓർമ്മിപ്പിക്കണോ? ഞാൻ പിണറായി വിജയന്റെ കവിത ഓർമ്മിക്കണോ? ഈ സമുദ്രത്തിന്റെ മടിത്തട്ടിലോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ മാർത്തറ്റിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഇത് 12 വർഷം കാത്തുനിന്നില്ലേ? VS-ന് വേണ്ടി മലപ്പുറം സമ്മേളനത്തിൽ മത്സരിച്ചിട്ടുള്ള ആളുകളെല്ലാം പാർട്ടിയിലേക്ക് തിരിച്ചു വരികയും സജീവമായ സ്ഥാനങ്ങളിലേക്ക് വരികയും എന്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയിലേക്ക് പോലും വരികയും ചെയ്തിട്ടുണ്ട്. VS-ന്റെ കൂടെ ഒരിക്കൽ നിന്നു എന്നുള്ളത് പിന്നെ പാർട്ടി ഒരു ഡിസ്ക്വാളിഫിക്കേഷനായി എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. ഇവിടെ ഉണ്ണി പറഞ്ഞതുപോലെ സുരേഷ് ഇപ്പൊ പിണറായി വിജയന്റെയും അതുപോലെ തന്നെ മറ്റനേക നേതാക്കളുടെയും പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന ഒരുപാട് ആളുകൾ ഇതിനോടകം വന്നു പോയിട്ടുള്ള അവരൊക്കെ പാർട്ടി മെമ്പർമാരുമാണ്. സുരേഷിന് കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതിൽ കവിഞ്ഞ്, അതായത് VS-ന്റെ ഈ മറ്റേ വാർത്താക്കുറിപ്പ് കൊടുക്കുന്ന സമയത്തൊക്കെ ടെലിവിഷൻ ക്യാമറ നമുക്കെല്ലാം അറിയാമായിരുന്നു. വരുന്ന കാലത്ത് വിഷ്വൽ മീഡിയ സജീവമായ കാലമാണ്, 24 മണിക്കൂർ വാർത്താ ചാനൽ സജീവമായ കാലമാണ്. അതുകൊണ്ട് ആ ഫ്രെയിമിലൊക്കെ സുരേഷ് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്നെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എടുക്കണമെന്നല്ല, ആവശ്യപ്പെടുന്നത് എന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് എടുക്കണമെന്നല്ല. അദ്ദേഹത്തിന് ഒരു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കുന്നേ മാർഷൽ ഒരു കാര്യം, അന്ന് ഈ സുരേഷിനോടൊപ്പം തന്നെ നടപടിയെടുത്ത VS-നൊപ്പം നിന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഷാജഹാൻ, കെ ബാലകൃഷ്ണൻ, ഷാജഹാൻ പാർട്ടിക്ക് ഒരു താല്പര്യം എന്താണ് ചെയ്യുന്നത്? ഷാജഹാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ സുരേഷ് നടത്തിയിട്ടുള്ള ഒരു പാർട്ടി വിരുദ്ധ പ്രസ്താവന പറ. ഈ 12 വർഷക്കാലം സുരേഷ് എന്ന് പറയുന്ന ഈ പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഷാജഹാനുമായിട്ടൊന്നും സുരേഷിനെ കമ്പയർ പറഞ്ഞത് ഇവർക്കെതിരെ അന്നത്തെ CPM-ന്റെ നേതൃത്വം ഇപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വം ഒക്കെ തന്നെ VS-നെ വഴിതെറ്റിച്ച് ഇവരെല്ലാം കൂടിയാണ് എന്നൊക്കെയുള്ള ശക്തമായ നിലപാടും ശക്തമായ നടപടിയാണ് ഇവർക്കെതിരെ ഉള്ളത്. വാർത്ത ചോർത്തലിനോ അപ്പുറം ഞാൻ കാണുന്ന ഒരു പ്രശ്നം, VS അച്യുതാനന്ദന് മാധ്യമങ്ങളിലും പൊതുജനങ്ങളുടെ ഇടയിലും കുറെ കൂടെ വലിയൊരു വർദ്ധിച്ച പ്രതിച്ഛായ ഉണ്ടാക്കുന്നതിന് സഹായകമായ നിലപാട് സുരേഷും ഷാജഹാനും ഒക്കെ എടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ അത് കുറെ കൂടെ ഒരു യാഥാർത്ഥ്യവുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം അവിടെ പറയും എന്നുള്ളത് മാധ്യമങ്ങളെ വിളിച്ചറിയിക്കുന്നതിൽ സുരേഷ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ പറയാൻ കാരണം, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്ന് VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോകുന്നു എന്നുള്ള കാര്യം മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചത് സുരേഷാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുരേഷ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നേരത്തെ മാർഷൽ പറഞ്ഞ പോലെ കേന്ദ്ര കമ്മിറ്റിയിൽ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു ഇല്ല. അപ്പോൾ എനിക്കൊരു സംശയം, സുരേഷ് ഈ കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളോട് നടത്തിയ കമ്മ്യൂണിക്കേഷൻ പാർട്ടിയോട് നടത്തിയിട്ടുണ്ടോ? അല്ല, പാർട്ടിയോടല്ല. ഇത് മുഖ്യമന്ത്രി ഇന്ന സ്ഥലത്ത് പോകുന്നു എന്നുള്ള കാര്യം അത് ആർക്കാണ് ആദ്യ ചുമതല? അങ്ങനെ അത് പാർട്ടിയോട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയോട് ആദ്യം നടത്തേണ്ട ഉത്തരവാദിത്വം VS അച്യുതാനന്ദനല്ലേ, സുരേഷിനല്ലല്ലോ. VS അച്യുതാനന്ദൻ പറയുന്ന കാര്യം അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ചെയ്യുക എന്നുള്ളത്. അദ്ദേഹം സഹായിക്കപ്പെടേണ്ട നേതാവ് പാർട്ടിയിൽ നിന്ന് വ്യതിചലിക്കുകയാണ് അല്ലെങ്കിൽ സംഘടനയുടെ ലൈനിൽ നിന്ന് വ്യതിചലിക്കുകയാണ് എന്ന് സപ്പോസ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ആരോടാണ് ഉത്തരവാദിത്വം? പാർട്ടിയോടാണോ അതോ ആ നേതാവിനോടാണോ? സുരേഷിനെ ഏൽപ്പിച്ചിരിക്കുന്ന പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല എന്താണ്? VS അച്യുതാനന്ദനെ സഹായിക്കുക, അദ്ദേഹത്തിന്റെ PA ആയി പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലുള്ളത് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പോട്ടെ, ഇന്ന് അദ്ദേഹം പറയുന്ന MV ഗോവിന്ദൻ പറയുന്ന കാര്യം ഇനി 100 തവണ അപ്പീൽ തന്നിട്ടും കാര്യമില്ല. പുറത്തായത് തന്നെ എത്ര പേരുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റും? അവിടെയാണ് ചോദിച്ചത്. സമത്വം പറയുകയും എന്നാൽ അസമത്വം നടപ്പാക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ വാക്ക് ഉപയോഗിച്ചത്. എല്ലാവരും തുല്യരാണെന്ന് ഇവർ പറയുന്നു. പാർട്ടി നടപടി ഏറ്റെടുക്കുന്നവർക്ക് എല്ലാവരും തുല്യ രീതിയാണോ? ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾക്കനുസരിച്ചിട്ടല്ലേ പാർട്ടി നടപടി വേണ്ടത്? ഇവിടെ P ശശി ചെയ്ത നടപടിയാണോ ഇവിടെ സുരേഷിന് കിട്ടിയിട്ടുള്ളത്? അല്ല. അപ്പം സുരേഷ് ഇത്രയും കാലം 12 ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ പാർട്ടിയിൽ തന്നെ നിൽക്കുകയാണ്. അയാൾ മനസ്സുകൊണ്ട് പാർട്ടിയാണ്. അയാൾ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ മനസ്സുകൊണ്ട് പാർട്ടിയാണ്, പക്ഷെ എനിക്കൊരു മെമ്പർഷിപ്പ് കിട്ടുന്നില്ല എന്ന്. പക്ഷെ ഇയാള് മത്സരിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അങ്ങനെ അത് മാത്രമല്ല, ഇപ്പൊ കോൺഗ്രസിൽ ചേരാതെ മത്സരിക്കുന്ന ഒരാളിന്, അത് മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരാളിന് കോൺഗ്രസ് പിന്നീട് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളാണ്? അത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കേട്ട കുറെ പേരുടെ പേര് ഞാൻ കേട്ടു. അതിലൊന്ന് സുരേഷ് മലമ്പുഴ 3ാം സ്ഥാനത്താണ് കോൺഗ്രസ് നിൽക്കുന്നത്. അവിടെ ഒരാൾ വേണം. കോൺഗ്രസ്സുകാരെ നിൽക്കും. രണ്ടാമത് കഴക്കൂട്ടത്ത് ഇപ്പോൾ കേട്ട വാർത്ത, പ്രേം കുമാർ അവിടെ മത്സരിക്കാൻ പോകുന്നു. കഴക്കൂട്ടത്തെ അവസ്ഥ എന്താ? 3ാം സ്ഥാനത്താണ്. അപ്പൊ ഈ 3ാം സ്ഥാനത്ത് നിൽക്കുന്നിടത്തൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി ആള് വേണം കോൺഗ്രസ്. പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് സുരേഷിനെ പോലെ, സുരേഷ് ഈ പറഞ്ഞ പോലെ വലിയ നേതാവൊന്നും അല്ല, പക്ഷേ അന്ന് VS-ന്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം കടുത്ത പാർട്ടി അച്ചടക്കം ലംഘിച്ചു എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവർ എടുത്തിരിക്കുന്നത്. അവരെ വീണ്ടും അടുപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എടുത്തിട്ടുണ്ടാവാം. ഇത്രയും വലിയൊരു പാർട്ടിയിൽ ഒരു സുരേഷ് ഒരു മെമ്പർഷിപ്പ് എടുത്ത് ആ പാലക്കാട്ടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഇരുന്നാല്
എന്ത് സംഭവിക്കുമെന്നാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. കോൺഗ്രസിൽ പോയതുകൊണ്ടും ഒരു മണ്ഡലത്തിൽ നിയമസഭയിൽ മത്സരിക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെ അല്ല അല്ല, അതിന് മുന്നേ തന്നെ MV ഗോവിന്ദൻ ഇത്ര വാശിയോടെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര വലിയ നശീകരണ പ്രവർത്തനം സുരേഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് വേദനിപ്പിച്ചിട്ടുണ്ടാവും. ആ വേദനിപ്പിച്ചത് എന്തിന്റെ വേദനയാണ്? എന്തിന്റെ വേദനയാണ്? ഉണ്ണി, അത് കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞു, വർഗവഞ്ചകരോട് പാർട്ടി പൊറുക്കില്ല, കുലംകുത്തികളോട് ഇതേ രീതിയിൽ KR ഗൗരിയമ്മയോട് കുറെ കാലം ഈ രീതി സ്വീകരിച്ചിരുന്നു. MV രാഘവനോട് ഇതേ നിലപാട് സ്വീകരിച്ചിരുന്നു. ബെർലിൻ കുഞ്ഞനന്ദൻ നായരോട് ഈ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവസാന സമയങ്ങളിൽ എന്താണ് സംഭവിച്ചത്? അല്ല, ഇനി സമയമുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ തെറ്റ് ചെയ്യണം. അല്ലല്ല, അതെ, കൂടുതൽ തെറ്റ് ചെയ്യണം. കൂടുതൽ പുറത്ത് തെറ്റ് പോകണം, തിരിച്ചു വരാം. പാർട്ടിക്കെതിരെ മത്സരിക്കണം. ശക്തനാണെന്ന് തെളിയിക്കാൻ അങ്ങനെ പുറത്തു പോയി മത്സരിച്ച് പാർട്ടിക്കെതിരെ നിന്ന് എല്ലാം കഴിയുമ്പോൾ ഒരു പക്ഷേ പാർട്ടിക്ക് ഒരു ചിലപ്പോൾ UDF തള്ളിപ്പറഞ്ഞു വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ എടുത്തേക്കാം.